നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, ആളുണ്ട്. പോലെ ആളുണ്ട്. പോലെ നാളെ കുറെ ആയല്ലോ കണ്ടിട്ട്. ഇപ്പോ അച്ഛനമ്മയൊന്നും കാണാൻ വരാറില്ലല്ലേ? വല്ലപ്പോഴും വരും. അവര് ഞാൻ താമസിക്കുന്നിടത്തും ഇടയ്ക്ക് വരാറുണ്ട്. എന്നാ ശരി ശരി. സാർ അങ്ങോട്ട് നോക്കി. സ്വാമി, ഞാൻ വന്നത് വേണ്ട. നീ ഇവിടെ വരേണ്ടത് ഒരു നിയോഗമായിരിക്കും. ഒരു നിമിഷം തല താഴ്ത്തി നിൽക്കൂ. ഞാൻ നിന്റെ ജീവിതം ഒന്ന് വായിച്ച് മനസ്സിലാക്കട്ടെ. മനസ്സിൽ നിന്ന് കാണാനാകുന്നുണ്ട് നിന്റെ ആവശ്യങ്ങൾ. നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടുക എന്ന നിന്റെ ആഗ്രഹം തികച്ചും ന്യായമാണ്. പക്ഷേ നിന്റെ ഭൂതകാലം, ആ ഭൂതകാലത്ത് നീ ചെയ്ത തെറ്റുകൾ, വഞ്ചന, ക്രൂരത, അതൊക്കെ നിന്റെ ഈ ആഗ്രഹത്തെ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിൽ നിന്ന് വിലക്കുകയാണ്. എന്ത് തെറ്റ്? ഒരു സാധാരണ മനുഷ്യൻ അവന്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെ. അല്ല, നീ ചെയ്തതൊന്നും നിലനിൽപ്പിനായിരുന്നില്ല, പിടിച്ചടക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. ഒട്ടും അർഹനല്ലെങ്കിലും നിന്നെ മരുമകനാക്കിയ ഭാര്യാപിതാവ്, അദ്ദേഹത്തിന് സംഭവിച്ച ദുരന്തം ആരുടെ തെറ്റാണ്? നിന്റെ ഭാര്യ പതിഭക്തയും വിശ്വസ്തയുമായിരുന്ന നിന്റെ ഭാര്യയെ നീ തന്നെയല്ലേ ഇല്ലായ്മ ചെയ്തത്? നിർദാക്ഷിണ്യം നീ അവളെ കൊന്നു. എന്നിട്ടാണ് ആ ഭാര്യയിൽ പിറന്ന കുഞ്ഞിനു വേണ്ടി നീ അലയുന്നത്. സ്ത്രീഹത്യ ഉൾപ്പെടെ നിന്റെ കർമ്മവീഥിയിൽ കരിനിഴലായി നിൽക്കുന്ന പാപകർമ്മങ്ങളുടെ ഭാരം കൊണ്ടാണ് നിന്റെ മകൻ നിന്നിലെത്താതെ അകന്നകന്നു പോകുന്നത്. ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കിയേ പറ്റൂ. ശരി, ആയിക്കോട്ടെ. അങ്ങീ പറഞ്ഞ പാപങ്ങൾക്കുള്ള ശിക്ഷ അതെന്ത് തന്നെയായാലും ഞാൻ ഏറ്റുകൊള്ളാം. പക്ഷേ എനിക്കെന്റെ മകനെ വേണം. മകനെ തിരിച്ചു കിട്ടാനുള്ള വഴി വേണം അങ്ങ് എനിക്ക് പറഞ്ഞു തരാൻ. ശ്രമിച്ചു നോക്കാമെന്നേ പറയാൻ പറ്റൂ. ഈ കൊടുംവനത്തിലൂടെ ഇത്രയും ദൂരം സഞ്ചരിച്ച് എന്നെ തേടി വന്നവനാണ് നീ. അതുകൊണ്ട് തന്നെ വെറ്റില ഉപയോഗിച്ച് ഞാനൊരു പ്രയോഗം നടത്തി നോക്കാം. അതിലൂടെ തന്നെ നിനക്ക് നിന്റെ മകനിലേക്ക് എത്താനുള്ള സൂചനകൾ ലഭിക്കും. ആശ്രമത്തിലേക്ക് വരൂ, അവിടെയാണ് ബാക്കി കാര്യങ്ങൾ. സ്വാമി, ദേവി, പ്രാണൻ പണയം വെച്ച് വന്നിരിക്കുകയാണ് നിനക്കുള്ള കടം വീട്ടാൻ. അച്ചൂട്ടന്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറണം. എന്നെ ഇവിടെയുള്ള ആരും തിരിച്ചറിയരുത്. ഈ പ്രാർത്ഥനകളേ ഉള്ളൂ. സഹായിച്ച് അനുഗ്രഹിക്കണം. നമസ്കാരം തിരുമേനി. നമസ്കാരം. ഇവിടെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പുതിയ ആളാണല്ലേ? അതെ, അടുത്ത ഗ്രാമത്തിൽ നിന്ന്. തൃപ്പങ്ങോട്ട് ദേവി അഭയവരദായിനിയാ. ദേവിക്ക് ഏത് ദേശക്കാരോടും കാരുണ്യമാണ്. ശരിയാ, അമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ വന്നത് ഇവിടെ മാത്രം നടത്തുന്ന ഒരു നേർച്ച നടത്താനാ. എന്റെ അമ്മ എന്റെ ഇളയ അനുജനെ ഗർഭം ധരിച്ചപ്പോ അവന്റെ ശ്രേയസിന് വേണ്ടി നേർന്ന നേർച്ച.
ഒട്ടും പ്രതീക്ഷിക്കാതെ അമ്മ മരിച്ചുപോയി. അത് കാരണം അന്ന് നടത്താൻ സാധിച്ചില്ല. ഓ പിന്നെ സൗകര്യങ്ങൾ ഒത്തുവന്നത് ഇപ്പോഴാണ്. ഏയ് അത് സാരമില്ല. കരുണാമയി അല്ലേ ദേവി, പുറത്തോളും. പൂജ ഏത് നടത്താനാണ് അമ്മ നേർന്നിട്ടുള്ളത്? അത് മഹാമൃത്യുഞ്ജയ ഹോമവും പുനരുജ്ജീവന ആവാഹനവും നടത്തിക്കൊള്ളാന്നായിരുന്നു നേർച്ച. അതെയോ? വളരെ അപൂർവമായി മാത്രം ആൾക്കാർ നേരുന്നതും നടത്തുന്നതുമായ പൂജകളാണല്ലോ അത്. അപൂർവമെന്ന് മാത്രമല്ല, നല്ല ചെലവും വരും അത് നടത്താൻ. ചെലവ് എത്രയായാലും കുഴപ്പമില്ല തിരുമേനി. ഒരു കുറവും വരുത്താതെ പൂജ നടത്തണം, അതാണ് ആവശ്യം. കുറവൊന്നും വരില്ല. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ശാന്തിയായിട്ട് വന്നിട്ട് 2 വർഷം കഴിഞ്ഞു. ഈ കാലത്തിനിടയ്ക്ക് ഇവിടെ ആരും ഈ പൂജ നടത്തിയിട്ടില്ല. പണ്ട് തൃപ്പങ്ങോട്ട് തറവാട്ടുകാർ മാത്രമേ ഈ പൂജ നടത്താറുണ്ടായിരുന്നുള്ളൂ. തുടർന്ന് ആര് തന്നെ ഈ പൂജ നടത്തിയാലും അതിന്റെ ഫലത്തിൽ ഒരു പങ്ക് തൃപ്പങ്ങോട്ട് തറവാടിന് ചെന്നു ചേരുമെന്നാണ് പറച്ചില്. പണ്ട് ഒരു സുഭദ്രാമ്മ തൃപ്പങ്ങോട്ടെ അവസാനത്തെ കുടുംബസ്ഥയാ. അവര് ദാ ഇവിടെ ഈ ശ്രീമൂല സ്ഥാനത്ത് മരിച്ചു കിടന്നു എന്നാ നാട്ടുകാർ പറയുന്നത്. അവർക്ക് 3 അനുജത്തിമാരുണ്ടായിരുന്നു. അവരെക്കുറിച്ച് ഇന്നുവരെ ഒരു വിവരവുമില്ല. ഇപ്പോ ആ മേഘനാഥനാണ് എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നതെന്നും കേൾക്കുന്നു. ഞാനും കേട്ടു ചിലതൊക്കെ. അല്ല, പൂജയുടെ ചടങ്ങുകളൊക്കെ അന്ത്യാകാറാവുമ്പോഴാണ് പൂജ ആരംഭിക്കുക. പൂജയുടെ ഭാഗമായി ദേവിക്ക് കുങ്കുമച്ചാർത്ത് വേണം, പുത്തൻ പട്ടു വേണം. നിവേദ്യത്തിന് കുറഞ്ഞത് 7 സ്ത്രീകളോടൊപ്പമെങ്കിലും പൊങ്കാല വേണം. പറഞ്ഞല്ലോ, ഇതെല്ലാം ഒരുക്കാമെങ്കിലേ എപ്പോ വേണമെങ്കിലും പൂജ നടത്താം നമുക്ക്. ഞാൻ തന്നെ വേണോ ഇതെല്ലാം ഏർപ്പാട് ചെയ്യാൻ? ഏയ് വേണ്ട വേണ്ട, കുട്ടിയൊന്നും അറിയണ്ട. ഇവിടെ ക്ഷേത്രാധികാരി തന്നെ എല്ലാം ശരിയാക്കിക്കോളും. കുട്ടിക്ക് മാറി ഉടുക്കേണ്ട പട്ടുവരെ കയ്യിൽ തരും. അതിനു വേണ്ട ധനം പുറത്തെ ഓഫീസിൽ അടച്ച് രസീത് വാങ്ങിയാൽ മതി. ചെയ്തോളാം. വേറെ നോക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ? വേറെ അങ്ങനെയൊന്നുമില്ല. പൂജയെക്കുറിച്ചും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചും കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ തൃപ്പങ്ങോട്ടെ തറവാട് വരെ ഒന്ന് പോയി നോക്കൂ. പിന്നെ സുഭദ്രാമ്മയുടെ സംബന്ധക്കാരാ ഇപ്പൊ അവിടെ താമസക്കാര്. പക്ഷേ പഴയ ജോലിക്കാരെങ്കിലും ഉണ്ടാവും. അവർക്ക് കാര്യങ്ങൾ അറിയാന്നുറപ്പാ. ശരി തിരുമേനി, ഞാൻ വേണ്ടത് ചെയ്തോളാം. ആയിക്കോട്ടെ. സർവമംഗളം ഭവ. എന്റെ ദേവി, തൃപ്പങ്ങോട്ട് തറവാട്ടില് ഇപ്പൊ ആരുമില്ല എനിക്ക്. നോവുന്ന ഓർമ്മകൾ മാത്രം. പക്ഷേ ഈ ദേശത്ത് എനിക്ക് പോകാൻ മറ്റൊരിടമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവൻ താമസിക്കുന്ന സ്ഥലം. ഞാൻ അവിടെ പോകും. പ്രാണനെ പോലെ വിലപ്പെട്ട, പ്രാണനേക്കാൾ പ്രിയപ്പെട്ട ആ മുഖം ഒരിക്കൽ കൂടി എനിക്ക് മുന്നിൽ ഒന്ന് കാണിച്ചു തരണം. ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.